ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. പിന്നെ കൂടാതെ ഒരു മക്ലൂബർ റൈസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിലും ഇതിലൊക്കെ വന്നാണ് എമ്മി കുറേ ദിവസമായി പറയുന്നത് വലിയ ചെമ്മീൻ വേണമെന്ന്, അതായത് ആ ലോബ്സ്റ്റർ പോലെയുള്ള. അപ്പോൾ അത് വാങ്ങാനും വേണ്ടി ഫിഷ് മാർക്കറ്റിലേക്ക് വന്നതാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഈ ലോബ്സ്റ്ററും ഈ വലിയ ചെമ്മീൻ പോലുള്ള സാധനവും ഇതൊക്കെ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യൽ നമുക്ക് എന്തായാലും കഴിയില്ല, അതിൻ്റെ ആ സ്കിന്നൊക്കെ ഭയങ്കര കട്ടിയാണല്ലോ. അപ്പോൾ ഞാനത് ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു റെസിപ്പി. അപ്പോൾ അതേ മോഡലിൽ കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ടീമിന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇക്കായിരുന്നു പറഞ്ഞത്, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഭയങ്കര സിമ്പിളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും പറ്റൂല, അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ആൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും. പക്ഷേ കുറേ പറഞ്ഞു ഞാൻ ചെയ്തുതരാതെ എനിക്ക് പറ്റും ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇവരെ കൈമിൽ ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഇത് എനിക്ക് പറ്റിയ പണിയാണ്, ഞാൻ ചെയ്തു തരൂലേ എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് എന്തായാലും കഴിയൂല. പിന്നെ ആ കിച്ചണിലാണല്ലോ ഒന്നായിട്ട് ഇതാക്കി തരും എന്നുള്ള പേടിയോണ്ട് ഞാൻ സമ്മതിക്കാനേ നിന്നില്ല കേട്ടോ. അങ്ങനെ അവർ ക്ലീൻ ആക്കണം. അപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ എങ്ങനെയാണ് ക്ലീൻ ആക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ തല വേണമെന്നൊക്കെ ചോദിക്കുന്നതാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിത് ക്ലീൻ ആക്കുന്ന ഇടയിൽ കൂടെ അതിൻ്റെ തല വേണമെന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനത് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് സാധനവും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പം പിന്നെ അതുമല്ല അത് എനിക്ക് പേടി എടുക്കാനും ആക്കാനും. അപ്പോൾ അത് നമ്മൾ ഇതും കൂടി എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്കൊക്കെ വേഗം പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ തിരക്കിട്ട് പോകുന്നത് എന്താണെന്ന് അറിയോ, നാളെ പിറ്റേന്ന് എന്തോ അർജൻറ്റീനൻ്റെ കളി എന്തോ ഉണ്ട്, രാത്രി 2 മണിക്കോ 3 മണിക്കോ. അപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് കിടക്കണം, പിറ്റേന്ന് എണീക്കാനും ആക്കാനൊക്കെ ഉള്ളതാണല്ലോ. അപ്പം എനിക്ക് കാര്യം പകുതിയും സാധനം അവിടുന്ന് വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിരക്ക് കൂട്ടുമ്പോൾ അങ്ങനെ ആണല്ലോ. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അപ്പം കാണുന്നുണ്ടെങ്കിൽ ഈ അർജൻറ്റീനൻ്റെ കളി ഉണ്ടായതിനെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഒരു കാഴ്ച കാണിച്ചേ, ഇവിടെ ഒരാൾ 2 അലാറൊക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റിക്കാൻ നിൽക്കുക. എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ വിചാരിക്കുക വല്ല തഹജ്ജുദ് നിസ്കരിക്കാനോ സുബഹി നിസ്കരിക്കാനൊക്കെ ഇരിക്കുന്നു. അതിനൊന്നല്ല വെക്കുന്നത്. എന്തിനാ വെക്കുന്നത്? അർജൻറ്റീനൻ്റെ കളിയാണ്. നാളെ അർജൻറ്റീന ഇംഗ്ലണ്ടും കളി കാണാനാണ് ഇവിടെ 2 അലാറം വെച്ച് തിരിക്കുന്നത്. ഞാൻ ഓഫാക്കിയിടും. അതെ ഞാൻ തന്നെ വിളിക്കുന്നത്. തന്നെ അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് വട്ടാക്കൂ രാവിലെ ഓഫീസിൽ പോവാൻ വിളിച്ചാല്. അങ്ങനത്തെ ആളിപ്പോ 2 മൊബൈൽ അലാറം വെക്കുന്നത്. മിസ് ചെയ്യാൻ ഭയങ്കരല്ലേ. നിങ്ങൾ അർജന്റീന എന്തായാലും വിട്ടു. ഈ വീഡിയോ ഞാൻ ഏകദേശം ആ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ. അതാണ് ആ സമയത്തുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അർജൻറ്റീന തോറ്റ് ആ ഒരു ഇതിൽ പിന്നെ ഇനി അടുത്ത വേൾഡ് കപ്പിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് ആ രീതിയിലെടുത്ത് എന്തായാലും അതവിടെ കഴിഞ്ഞ്. പിന്നെ അതാ ഞാൻ രാവിലെ ഒന്ന് ജപ്പാൻ മാച്ച ഉണ്ട്, അത് കുടിക്കാനുള്ള പ്ലാനാണ്. അപ്പം രാവിലെ ജിമ്മിന് പോകുമ്പം കുടിക്കലായിരുന്നു. അപ്പം അന്ന് വീക്കെൻഡ് അതിനെക്കൊണ്ട് ഞാൻ ജിമ്മിനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ജസ്റ്റ് രാവിലെ അതൊന്ന് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരൊക്കെ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ കളി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ താമസിച്ചിരിക്കുന്നത്. അപ്പം ഞാനാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റത്. അപ്പോൾ അവരാരും എണീറ്റിട്ടില്ല. അപ്പോൾ എണീക്കുമ്പോഴത്തേന് രാവിലത്തെ ഫുഡൊക്കെ ആയാൽ മതി. അപ്പോൾ ഞാൻ റിലാക്സ് ചെയ്തിട്ട് ഈ മാച്ച കുടിക്കാനുള്ള പ്ലാനാണ്. ഇത് നമ്മൾ ബോഡിക്കൊക്കെ നല്ലതാട്ടോ. ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജപ്പാൻ്റെ തന്നെ വാങ്ങണം. വേറെ കൺട്രീസിൻ്റെ ഒന്നും വാങ്ങരുത്. ജപ്പാൻ മാച്ചാണ് ഒറിജിനൽ നല്ല. പക്ഷെ അത് കുടിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. പക്ഷെ അത് ശീലമായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പിന്നെ അതിങ്ങനല്ല കേട്ടോ ആക്കൽ, ഞാൻ ഒരു ഇതിലിങ്ങനെ ആക്കിയെന്നുള്ളൂ. നല്ലോണം മിക്സ് ചെയ്യൊക്കെ വേണം. ഞാൻ വീഡിയോ ലോങ് ആവേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്.
പിന്നെ പറയാനുള്ളത് നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിൽ പുതിയ മോഡൽസൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഓഗസ്റ്റ് 8-ഉം 9-നും കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് ജന്ന ട്രങ്ക് ഷോ എന്ന് പറയുന്നിട്ടുള്ള ഒരു എക്സിബിഷന് വരുന്നുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിൻ്റെ സ്റ്റോളും അവിടെ ഉണ്ടാവും. അപ്പോൾ കഴിയുന്ന ആൾക്കാരൊക്കെ അതിൽ വരാൻ നോക്കുക. കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിൽ കാണുന്ന ഒരുവിധ ഐറ്റംസൊക്കെ നമ്മളെ വെബ്സൈറ്റിൽ ഇനി മുതൽ അവൈലബിൾ ആവും. ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ ഉള്ളൂ. എന്തായാലും ഒരു ഓഗസ്റ്റ് ഒരു 20 ആകുമ്പോഴത്തേന് എന്തായാലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് വെക്കുകയാണ്. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ കൂടെ ഈ മഗലൂബ് റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇത്ത എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് ഇനി ഒരു 1 ഹവറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം, ഞാൻ വരുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരിയൊക്കെ കഴുകി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പം അവിടെ ഇത്ത ഷക്കീൽത്ത ശ്രീലങ്കയിലാണ്. കുറേ ആൾക്കാർ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് മലയാളമൊക്കെ പറയുന്നതും തിരിച്ച് അത്യാവശ്യം പറയാനൊക്കെ നല്ലപോലെ അറിയാം. ഇവിടെയുള്ള ഫ്ലാറ്റിൽ എല്ലാ മലയാളി വീട്ടിലും ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ആൾ നല്ലോണം അറബിക് ഫുഡ് നല്ല ടേസ്റ്റിലുണ്ടാക്കും. ഈ അറബ്സിൻ്റെ സൗദിയിലൊക്കെ അറബ്സിൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പം നല്ലപോലെ ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഞാൻ വിചാരിച്ച് മഗലൂബ റൈസ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത്തനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ കൂടാതെ നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ആ പിങ്ക് പോട്ടിൽ 28 സെൻറ്റിമീറ്ററുള്ള പിങ്ക് പോട്ടിലാണ് അതുണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെയും എടുത്തേക്കാനും ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരോ പണികളാണേ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉച്ചക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ജന്ന ട്രങ്ക് ഷോ കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് ഓഗസ്റ്റ് 8-ഉം 9-നും ഒരു എക്സിബിഷൻ ഉണ്ട് താജിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ കൂടി ഒരു കോഫിയോ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ അത് അവിടെ എന്തോ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ആയിട്ട് കഴിച്ചതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ റൈസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ഉള്ള സാൻഡ്വിച്ച് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ രണ്ടാമത് ഞാൻ അപ്പം വീട്ടിലൊക്കെ തന്നെ തിരിച്ചു പോവും.
ഈ കൊച്ചി മെറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന ഈ എക്സിബിഷൻ കഴിയുന്നതും എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല അടിപൊളി പരിപാടിയാണ്. ഒരുപാട് നല്ല ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിൻ്റെ ഉണ്ടാവും. നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സും ലോഞ്ച് ചെയ്ത പ്രോഡക്ട്സൊക്കെ നിങ്ങൾക്ക് കാണാനും വാങ്ങാനൊക്കെ പറ്റും. ഞാനും ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ അവിടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആ ജന്ന ട്രങ്ക് ഷോൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അവിടെ ഏതൊക്കെ ബ്രാൻഡ്സാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അവരെ പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒരുപാട് ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഇതും കൂടിയാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡുമാണ്. എല്ലാ വരുന്ന ബ്രാൻഡ്സും അത്യാവശ്യം നല്ല ബ്രാൻഡ്സാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വരാം. നിങ്ങളെല്ലാവരും അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് കാണാം. പിന്നെ അതാ ഷക്കീലത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഉള്ളി വട്ടത്തിലല്ല അറിയേണ്ട, റൗണ്ട് ആയിട്ടല്ല. റൗണ്ട്. ഇത് മഗ്ലൂബിലേക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ആട്ടോത്ത കട്ട് ചെയ്യുന്നത്. അതായത് 2 വലിയ ക്യാരറ്റ്, 2 വലിയ ബ്രിഞ്ചോൾ, പൊട്ടാറ്റോ, തക്കാളി, ഉള്ളി, ഇതൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ്. ഞാൻ ഏകദേശം ഒരു 1.5 കിലോത്തോളം റൈസ് എടുത്തിട്ടുണ്ട്. ചായ സൗദിയില് ഉണ്ടാക്കി കൊടുക്കൂലേ? ഭയങ്കര ഇഷ്ടം. ഇത് നമ്മളെ ഇന്ത്യൻ മസാല തന്നെ ഇട്ടാ മതിയോ? ഇന്ത്യൻ മസാല പോടും, ഇല്ല അറബി മസാല കുഴപ്പമില്ല. മസാല പോടും. ഗരം മസാല കൊഞ്ചം, ചില്ലി പേസ്റ്റ്, മഞ്ഞപ്പൊടി എല്ലാം കൊഞ്ചം പോടും. ബ്രിഞ്ചോൾ പൊട്ടാറ്റോ ഫ്രൈ பண்ணும். அப்ப காமிச்சிருக்க வீடியோ காமிச்சிருக்க. அப்புறம் மசாலா பண்ணி ஒயிட் ரைஸ் பண்ணி அதுல ഇതിപ്പോ മഞ്ഞപ്പൊടി ഇതിലിട്ടിട്ട് ഇതാക്കും. മഞ്ഞപ്പൊടി പോട്ട് ഉരുളക്കിഴങ്ങ് മാത്രം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതാക്കുള്ളൂ. ഇതുക്കും പോടും. அப்பதான் அந்த கலர் நல்ல വരിവായിരിക്കും. கொஞ்சோண்டு മഞ്ഞപ്പൊടി പോട്ട് ഫ്രൈ பண்ணும். ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ആക്കാം അല്ലേ? എടുക്കേണ്ടത് ഇത് രണ്ട് ഫ്രൈ பண்ணும். അതില് ചിക്കൻ വെക്കാം. ഡ്രൈ ലെമൺ എത്ര വേണം? പെരുസ് 2 പോലും. ശരിയാ? 3 പോടാണ് പറ. ഇതിങ്ങനെ ഓൾസാക്കണ എന്തിനാണ്? ഡ്രൈ ലെമൺ അപ്പത്താ അതിനുള്ള ടേസ്റ്റ്. ഓക്കെ ഓക്കെ. ഇപ്പിടി പോട്ടാ അത് 2 ഡ്രൈ ലെമൺ മതി അല്ലേ? അപ്പോൾ ഈ റൈസിലേക്ക് ആവശ്യമുള്ള ബ്രിഞ്ചാളും പൊട്ടാട്ടും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മളെ ഇംഗ്ലീഷ് കിച്ചണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ 28 സെൻറ്റിമീറ്റർ വരുന്ന സെറാമിക് പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേ സ്റ്റീമറുമാണ്. പക്ഷേ സ്റ്റീമർ വിത്തൗട്ട് സ്റ്റീമറാക്കി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനും റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആ ഗ്രീന് അതിനും പറ്റും കേട്ടോ. പൊട്ടാറ്റോയും ബ്രിഞ്ചോളും പൊരിച്ചത് ഇതിലേക്ക് വെക്കണം അല്ലേ? നല്ല
ഡാർക്ക് ബ്രൗൺ ഇത് വെറും പൊരിച്ചെടുത്താൽ മതി. ഒന്നും ഇടണ്ട, ഉപ്പ് മഞ്ഞളും ഒന്നും ഇടണ്ട. ജസ്റ്റ് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി അല്ലേ? എത്ര സ്പൂൺ ഇടണം? മല്ലിപ്പൊടി 3 സ്പൂൺ, 2 സ്പൂണില. അപ്പോൾ മഞ്ഞൾപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 4 സ്പൂണ്, ഇത് ഒരു 3 സ്പൂണും അല്ലേ? ഗരം മസാല തീർന്നിക്കണല്ലോ. ഗരം മസാല ഒരു കിലോ റൈസിന് എത്രയാണ്? 2 മാഗി ക്യൂബ് അല്ലേ? ഇത് രണ്ടും ഇടണം അല്ലേ? ഈ മഗ്ലൂബിലൊക്കെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 കിലോ റൈസാണ് എടുത്തത്. പിന്നെ ഒരു 1/2 കിലോ എല്ലാ വെജിറ്റബിളും കൂടിയിട്ട് ഒരു 1/2 കിലോത്തോളം ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോ വെജിറ്റബിളും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഈ പാത്രത്തിൽ 2.5 kg അടുത്താട്ടോ ഞാൻ വെക്കുന്നത്. ഇതിനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണോ അല്ലേ? ചിക്കൻ വേഗം. ആ 2 കപ്പ് വെള്ളം. പോളും ഇതിൽ കൊഞ്ചം വേഗം. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് ഇടും. ഇതിപ്പോൾ റൈസ് വേവിക്കാനല്ലേ? റൈസ് ഇത് വേവിക്കും. ரைஸுக்கு பிளேன் ரைஸ் பண்ணும் தானே ബോയിൽ ആകുമ്പോൾ റൈസ് ചൂടാറിയത് താഴെ ഉണ്ടാവും. അത് നോക്ക്, രസമുണ്ടോ? വേണ്ട, ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? വേണം. പിന്നെ പൊട്ടേറ്റോ ആണ് ഇഷ്ടം. എന്നാ പൊട്ടേറ്റോ ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് ക്യാരറ്റ് വേണ്ടി ക്യാരറ്റ് കൊഞ്ചം ഇതൊന്ന് വെന്ത് കഴിഞ്ഞാലല്ലേ? അപ്പൊ ഇത് കൂടെ ഇത് കൊഞ്ചം വേവും തന്നെ സീക്കിരമാ ക്യാരറ്റ് വെന്തിടും. അപ്പൊ ക്യാരറ്റിൽ വേവ് ഉണ്ടാവൂലേ? അപ്പൊ ഇപ്പോൾ ഇട്ടാ മതിയേനോ? ഇപ്പൊ ക്യാരറ്റ് ഇത് കൂടെ വേവും. ചിക്കൻ വെന്ത പുറത്ത നമ്മ ഉപ്പ് നോക്കും, അപ്പത്താ അറിയും വെള്ളം കുറയുണ്ട് താനെ. വെള്ളം കട്ടി വരണം. അപ്പുറത്തെ ചെറിയ ഇത്ര വെള്ളത്തിൽ ഇതിനി ഓഫ് ആക്കല്ലേ? ഇതിലെ ഇപ്പൊ നമ്മ അത് വിടും. ഇപ്പൊ ബ്രിഞ്ചോള് ഇതെല്ലാം നീലാലെ വെക്കും. ശരിയാ? ഇതിന്റെ മുകളിൽ വേവിച്ച റൈസ് വേവിച്ച റൈസ് പോടും. ഇതാക്കുന്നത് അതാളെ എടുത്തെടുത്ത് ഇതുക്ക് പോട്ടിടും. റൈസ് നമ്മുടെ ഫ്രൈ പண்ற ഇത് இருக்குதானே ஓல் வந்து ஸ்பூன் ஹோல்ஸ் உள்ள ஸ்பூன் அதால நம்ம ரைஸ் எடுத்து அப்படி போட்டுடணும். அது கூட ഉണ്ട്. കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുന്ന എക്സിബിഷനിൽ നമ്മളപ്പോൾ ഒരുപാട് പുതിയ പ്രോഡക്റ്റ്സും നമ്മൾ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ്സും ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അവിടെ വന്നിട്ട് എല്ലാവരും അത് കാണാനും വാങ്ങാനൊക്കെ നോക്കുക. അപ്പം ഓഗസ്റ്റ് 8th 9th ആണ്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്.
ഈ അരി വേവിക്കുന്ന ഓൾ ഇൻ വൺ പോട്ടിൽ തന്നെയാണ് ഞാൻ അധികം ബിരിയാണിക്കുള്ള റൈസ്, അങ്ങനത്തെ റൈസ് കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കൽ പെട്ടെന്ന് ഇതാകും. ഇത് ജപ്പാൻ സ്റ്റീലാണ്, മീഡിയം തായ്ലൻഡിൽ നിന്നുള്ളതാണ്. 2 kg വരെ ഇതിൽ കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇതും ഈ പിങ്ക് പോട്ടും ഇതിൽ കാണുന്ന മിൽക്ക് പാനൊക്കെ നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കേണ്ട, അതിൽ വന്നിട്ട് പ്രീ ഓർഡർ ഇട്ടാൽ മതി, നമ്മൾ സാധനം എത്തിച്ചു തരും. പിന്നെ നമ്മളെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ നോക്കുക. പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട, അതിൽ വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. 10 minutes മതിയോ? ഇത് കണ്ടോ, ക്ലീൻ ആക്കുമ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ അത് വെച്ചിക്കണം. അപ്പോൾ കണ്ടില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ചൂടുക അപ്പം ഈ മസാല നീ അപ്പുറം ചോത്ത് അതിന് നൈറ്റ് പോടുന്നതാണ്. ഈ കട്ടിംഗ് ബോർഡിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കലുണ്ട്, ഇത് പൊട്ടോ അതാവോ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ചൂടുള്ള സാധനമാണ് ഇതിൻ്റെ മുകളിൽ ഇറക്കി വെച്ചിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, ഒറ്റയടിക്കൊന്നും ഇത് പൊട്ടില്ല. അത് വെച്ചാൽ നിങ്ങൾ പൊട്ടിക്കണം എന്ന് വിചാരിച്ചാൽ പൊട്ടുട്ടോ. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊട്ടായ്മക്കേടില്ല, ഇത് ഗ്ലാസ്സാണ്, പൊട്ടും. പക്ഷേ നമ്മൾ അരിയുന്ന സമയത്തോ കട്ട് ചെയ്യുന്ന സമയത്തോ ഒന്നും പൊട്ടിപ്പോവുക അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. അത് അത്യാവശ്യം ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, മീഡിയം ടർക്കി എന്നുള്ള പ്രൊഡക്റ്റാണ്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ചൂടുള്ള അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാനിതിൻ്റെ മുകളിൽ കപ്പ, അത്യാവശ്യം സ്ട്രോങ് ഉള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യലുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ 3 ഡിസൈൻസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു എക്സിബിഷന് ഞാൻ മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തന്നെ. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ നേരിട്ട് വാങ്ങണമെന്നുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ ഈ കെറ്റിൽ, ഇത് 2.5 കപ്പാണ് കപ്പാസിറ്റി. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ റൈസിന് വേണ്ടിയിട്ട് രാത്രിക്കത്തേക്ക് ഒരു കട്ടന് ഉണ്ടാക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ചായ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനത്തെ റൈസൊക്കെ കഴിക്കുമ്പോൾ അപ്പം ഇതിൽ 2.5 കപ്പാട്ടോ കപ്പാസിറ്റി. അതേപോലെ ഈ കെറ്റിൽ നമുക്ക് ഇൻഡക്ഷനിലും ഗ്യാസിലൊക്കെ ഒരേപോലെ വെക്കാൻ വേണ്ടി പറ്റും. 2.5 കപ്പാണ് കപ്പാസിറ്റി വരിക. അതേപോലെ 1 ലിറ്ററാണ്. 1 ലിറ്റർ അതായത് 2.5 കപ്പാണ്. അപ്പോൾ ഇതൊക്കെ വെബ്സൈറ്റിൽ കറക്റ്റ് ഞാൻ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 8 കപ്പ് വരുന്ന മിൽക്ക് പാന് ഉണ്ടായത് കൊണ്ടാണ് ഇത് 2.5 കപ്പിൽ ഇങ്ങനെ ഒരു ചെറുതാക്കി ഇറക്കിയത്. എല്ലാം ഒരേ മെഷർമെൻറ്റിൽ വരണ്ടായി വെച്ചിട്ടാണ്. 8 കപ്പ് വരുന്ന മിൽക്ക് പാന് നമ്മളെ വെബ്സൈറ്റിൽ യെല്ലോ മിൽക്ക് പാൻ അവൈലബിൾ ആണ്. അത് 8 കപ്പാണ് ചായ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അതിനെക്കൊണ്ടാണ് ഇത് ഞാനൊരു 2.5 കപ്പാക്കിയിട്ട് ഇതാക്കിയത് കേട്ടോ. അത് മീഡിയം തായ്ലൻഡിൽ നിന്നുള്ള മോഡലും കൂടിയാണ്. നല്ല ക്യൂട്ടാണ്. ഇത് ഒരുപാട് പേര് നമ്മളെ അടുത്തൊന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരുവിധം എല്ലാ പ്രോഡക്ട്സും തന്നെ നല്ല മൂവിങ് ഉള്ളതാണ്. അപ്പോൾ ഇത് അധികം ആൾക്കാരും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വാങ്ങുന്നുണ്ട്. ചില കസ്റ്റമറിനോട് പറയും ഗിഫ്റ്റാക്കിയിട്ട് കൊടുക്കാനുള്ളതാണ്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ പേര് കൊടുക്കാൻ ഇങ്ങനെ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നല്ല സുലൈമാനിയൊക്കെ ഇതിലാക്കിയിട്ടിട്ടുണ്ട്. അപ്പം റൈസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ക വന്നാണെന്നുണ്ടെങ്കിൽ റൈസ് റെഡിയാക്കും. ഫൈനൽ ടേസ്റ്റ് മറക്കലാണ് വരുന്നത്. ടേസ്റ്റ് മൊത്തം മറക്കലാണ് വരുന്നത്. വീട് പോയാൽ എന്നാ പറയരുതേ, ഇതിൽ അതിനാ പിടിച്ചത് എന്ന് പെറുക്കി തിന്നോളാം. അയ്യോ സക്സസ്. അവിടേക്ക് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് മറിക്കാം. മിക്സ് ചെയ്യാണ്ടത് മിക്സ് ചെയ്യാനൊന്നുമില്ല, ചോറും ഇതും മിക്സ് ആക്കിക്കാളാ.
സൂപ്പറാ. ഇതിന്റെ പേരെന്താ? മഗ്ലൂബ. ഇത് താത്ത പേരെന്താ? അങ്ങനെ ഓരോ സൈഡിൽ ഓരോ ചിക്കൻ ഒടിയും. ഓരോ ആംഗിൾ ഞാൻ ഒടിച്ചതാ. ചിക്കൻ ഒടിയൂടാ, അങ്ങോട്ട് മിക്സ് ചെയ്ത. അപ്പോൾ നമ്മളെ മഗ്ലൂബ റൈസ് തീരെ അടി പിടിക്കാതാണ് ഈ പോട്ടിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഗിവ് അവേ കിട്ടിയിട്ടുള്ളത് @റഹീലാസ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ്. അപ്പോൾ അവർ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളെല്ലാ വീഡിയോക്കും കമൻ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റും ഷെയറും ചെയ്യുക. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ഒന്നും എഴുതണോ ഇല്ല, ജസ്റ്റ് ഒരു തംസപ്പ് അടിച്ചാലും അതൊരു ഇതാണ്, ഒരു കമൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗിവ് അവേയിലൊക്കെ പങ്കെടുക്കുക. പിന്നെ അതേപോലെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ജന ട്രങ്ക് ഷോ ആരും മറക്കണ്ട. കൊച്ചിയിലുള്ള ആൾക്കാരൊക്കെ അതിൽ കഴിയുന്നതും വരാൻ നോക്കുക. നല്ല അടിപൊളി പരിപാടിയാണ്. ഓഗസ്റ്റ് 8th 9th ശനിയും ഞായറാണ് പരിപാടി വരുന്നത്. നമ്മൾ ഇംഗ്ലീഷ് കിച്ചൻ്റെ സ്റ്റോളും ഉണ്ടാവും, ഒരുപാട് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാവും. എന്തായാലും ഇൻഷാല്ലാ അവിടെ വെച്ച് കാണാം.